ഹായ് ഫ്രണ്ട്സ്, മഴ തോറും മുമ്പയുടെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത്. വീട്ടിൽ ആരുമില്ലായിരുന്ന സമയത്ത് അമലിനെ ബബിത വീട്ടിനകത്ത് വിളിച്ച് കയറ്റുകയാണ്. എന്നാൽ കൃത്യസമയത്ത് അലീന വന്ന് അമലിനെ അവിടെ നിന്ന് അടിച്ചോട്ടിക്കുന്നു. ഇത് വളരെ വലിയൊരു പ്രതികാര ബുദ്ധിയാണ് ബബിതയുടെ മനസ്സിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. താനും അമലും മാത്രമുള്ള സ്വകാര്യ നിമിഷത്തിലേക്ക് കടന്നു വന്ന അലീനയെ ഒരു ശത്രുവിനെ പോലെയാണ് ബബിത കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് പ്രതികാരം ചെയ്യണമെന്നും എന്നുള്ള വാശി അവളുടെ മനസ്സിൽ വരികയാണ്. അവൾ ഉടനെ തന്നെ അമലിനെ ഫോണിൽ വിളിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, നമുക്ക് പുറത്ത് വച്ച് കാണാം, അവിടെ വെച്ചിട്ട് അലീനയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന്. അപ്പോൾ അമൽ പറയുന്നുണ്ട്, അവൾ അവിടുത്തെ സെർവൻ്റ് ആണെങ്കിലും നിൻ്റെ ജ്യേഷ്ഠത്തിയുടെ ഒരു ഭാവത്തിലാണല്ലോ അവൾ നിന്നത്. ആ കുടുംബത്തിലെ അംഗത്തെ പോലെയാണല്ലോ അവൾ എന്നെ അവിടെ നിന്ന് അടിച്ചോടിച്ചത്. അവളോട് പ്രതികാരം ചെയ്യാൻ എനിക്കും തോന്നുന്നുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, അവൾക്കുള്ള പണി ഞാൻ കൊടുത്തോളാം, പക്ഷെ നമ്മുടെ കണ്ടുമുട്ടൽ ഇനി ഒരിക്കലും അത് പാഴാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പ്ലാൻ ചെയ്യാം എന്ന് പറഞ്ഞ് ബബിത വൈകുന്നേരത്തെ ക്ലാസ് കട്ട് ചെയ്ത് അമലിനോടൊപ്പം കറങ്ങാൻ വേണ്ടി പോവാണ്. അലീനയ്ക്ക് ഇതിൽ നല്ല സംശയം തോന്നാണ്. വരേണ്ട സമയം കഴിഞ്ഞിട്ട് ബബിത തിരിച്ചെത്തിയില്ലല്ലോ എന്നുള്ള കാര്യം ബാലചന്ദ്രനെ വിളിച്ച് അറിയിക്കുകയാണ് അലീന. പക്ഷേ ബാലചന്ദ്രൻ ഒരു ബിസിനസ് മീറ്റിങ്ങിലായതുകൊണ്ട് തന്നെ അയാൾക്ക് പെട്ടെന്ന് തിരിച്ചെത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് അലീന പറഞ്ഞതനുസരിച്ച് ബാലചന്ദ്രൻ ബബിതയെ വിളിക്കുകയാണ്. ബബിതയെ വിളിച്ച് ചോദിക്കുമ്പോൾ, അതൊരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ട് അച്ഛാ, അതുകൊണ്ട് ഞാനിവിടെ നിൽക്കുകയാണ്, ഉടനെ തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകും എന്ന് പറയുകയാണ്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അധികം താമസിക്കരുത്, വീട്ടിൽ അലീനയും കൃഷ്ണമോളും മാത്രമേ ഉള്ളൂ, വേഗം തന്നെ തിരിച്ചു പോകണം എന്ന് പറയാണ്. അലീന ബബിത പറയുകയാണ് ഓക്കെ അച്ഛാ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്ത് അവൾ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അതിനുശേഷം അമലുമായിട്ട് ഒരു റിസോർട്ടിൽ അവൾ ഒരുമിച്ച് ഒരു രാത്രി കഴിയുകയാണ്. അങ്ങനെ അവർ എല്ലാ അർത്ഥത്തിലും ഒന്നാവുകയാണ്. ഇത് അലീനയോടുള്ള പ്രതികാരത്തിൻ്റെ പേരിലാണ് ബബിത ചെയ്യുന്നത്. പക്ഷെ സ്വന്തം ജീവിതമാണ് അവൾ തകർക്കുന്നതെന്നുള്ള കാര്യം ബബിത അറിയുന്നില്ല. അതിനുശേഷം എന്തോ ഒരു യുദ്ധം ജയിച്ചതുപോലെ പിറ്റേ ദിവസം ബബിത തിരിച്ചു വരികയാണ്. അലീന ചോദിക്കുന്നുണ്ട്, ഇന്നലെ രാത്രി മുഴുവൻ നീ എവിടെയായിരുന്നു? ഫോൺ എന്തിനാ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചത്? ഞങ്ങളെല്ലാവരും ഒരുപാട് ടെൻഷൻ അടിച്ചു, അച്ഛനെ പോലും വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, നീ നിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, ഞാൻ എവിടെ പോകുന്നു വരുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും നീ അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ബബിത റൂമിൽ കയറി മുറി അടയ്ക്കുകയാണ് കേട്ടോ. വാതിലടയ്ക്കുകയാണ്. അലീനയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അലീനയ്ക്ക് ഉറപ്പായിരുന്നു അവൾ അമലിൻ്റെ കൂടെ ആയിരുന്നു എന്നുള്ള കാര്യം. അമലിൻ്റെ ഉദ്ദേശശുദ്ധിയിൽ അലീനയ്ക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് മാസങ്ങൾക്ക് കഴിഞ്ഞിട്ട്, അതായത് ഒരു 4-5 മാസം ആഴ്ചകൾ കഴിഞ്ഞതിന് ശേഷമാണ് അലീന ആ ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിയുന്നത്. ബബിത ചെയ്ത തെറ്റിൻ്റെ ഫലം അവളുടെ വയറ്റിൽ വളരുന്നുണ്ടെന്നുള്ള സത്യം. ബബിത ആദ്യം അമലിനെയാണ് കേട്ടോ വിളിക്കുന്നത്. അമലിനോട് ഈ കാര്യം പറയുമ്പോൾ, അതിനിപ്പോൾ ഞാനെന്ത് ചെയ്യാനാ, ഇത് എൻ്റെ കുഞ്ഞാണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അമലിനോട് ബബിത ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? പിന്നെ നിൻ്റെ കുഞ്ഞല്ലാതെ ആരുടെ കുഞ്ഞാണെന്ന് ചോദിക്കുകയാണ്. അല്ല, എന്നോടൊപ്പം കറങ്ങിയതുപോലെ നീ പല ആൾക്കാരുമായിട്ട് കറങ്ങിയിട്ടുണ്ടാവുമല്ലോ, അപ്പം നിനക്ക് എന്നെ പറയാൻ കഴിയില്ലായിരിക്കും. എന്തായാലും ഇത് എൻ്റെ കുഞ്ഞൊന്നുമല്ല, ഞാൻ അതൊക്കെ സേഫായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് എന്നെ ഈ കാര്യം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കരുതെന്ന് പറഞ്ഞിട്ട് അമൽ ഫോൺ കട്ട് ചെയ്തിട്ട് അവളുടെ നമ്പർ ബ്ലോക്ക് ചെയ്ത് വെക്കാണ് കേട്ടോ. ഇത് കേട്ടിട്ട് ബബിത ആകെ ഷോക്കായി പോവാണ്. ബബിത അമലിനെ നേരിട്ട് കാണാൻ വേണ്ടി കോളേജിലും ക്യാൻറ്റീനിലും ഒക്കെ പോകുന്നുണ്ടെങ്കിലും അമൽ അവിടെ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നടക്കുകയാണ്. ഒടുവിൽ അമലിനെ കാണാൻ വേണ്ടി അവൻ താമസിക്കുന്ന ഹോസ്റ്റലിൽ പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കുന്ന വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ബബിത കാണുന്നത് അമൽ ഒരു പെൺകുട്ടിയുമായിട്ട് അവിടേക്ക് കയറി ചെല്ലുന്നതാണ്. ബബിത ആകെ ദേഷ്യപ്പെട്ടിട്ട് അമലിനെ ഷർട്ടിൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ച് ചോദിക്കുകയാണ്, ആരാടാ ഇവള്? നീ എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തിനാ? നീ എന്തിനാ എന്നെ കാണാൻ ഒഴിഞ്ഞു മാറുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അമൽ പറയുന്നുണ്ട്, ഇതെൻ്റെ ഗേൾ ഫ്രണ്ടാണ്, നീ ഏതോ ഒരുത്തൻ്റെ കൊച്ചിനെ വയറ്റിലിട്ട് നടക്കുകയല്ലേ, ഇത് നിന്നെ കൊണ്ട് നടന്നിട്ട് എനിക്കെന്ത് കിട്ടാനാ? വല്ലവൻ്റെ കൊച്ചിന് തന്നെയാവുന്നത് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് അമൽ അവളെ തള്ളി വിടുകയാണ് കേട്ടോ. ബബിത നേരെ പോയി നിലത്ത് വീഴുകയാണ്. ഇതൊന്നും ശ്രദ്ധിക്കാതെ അമൽ പുതിയ ഗേൾ ഫ്രണ്ടിനെയും കൊണ്ട് അവൻ്റെ വീട്ടിലേക്ക് കയറി പോവാണ്. ബബിത ആകെ ഷോക്കായി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു ഡിപ്രഷനിലേക്ക് പോവാണ്. തിരിച്ച് അവൾ ഒരു ഭ്രാന്തിയെ പോലെയാണ് വീട്ടിൽ വന്ന് കയറുന്നത്. അലീന ഇത് കണ്ടുകൊണ്ട് ചോദിക്കുകയാണ്, നിനക്ക് എന്ത് പറ്റി മോളെ? എന്താണ്, നീ കുറേ ദിവസമായല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴാണ് ബബിത പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. എന്നിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തതിൻ്റെ ആ ഒരു കിറ്റ് കാണിച്ചു കൊടുക്കുകയാണ് അലീനയ്ക്ക്. അത് കണ്ട് അലീന ആകെ ഷോക്കാവാണ് കേട്ടോ. എത്രയൊക്കെ സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടും അലീന അമലിൻ്റെ ചതിക്കുഴിയിൽ വീണ് പോയല്ലോ, അബദ്ധം പറ്റിയല്ലോ എന്ന് ഓർത്ത് അവൾ പൊട്ടിക്കരയാണ്. ബബിത അലീനയുടെ കാല് പിടിച്ച് കരഞ്ഞു പറയാണ്, ചേച്ചി എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷിക്കണം എന്ന് പറയാണ്.
അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, മോളെ നിന്നോട് ഞാൻ എത്ര വാണിംഗ് തന്നതാണ് അവനെ വിശ്വസിക്കരുതെന്ന്, എന്നിട്ട് നീ അവൻ്റെ ചതിവലയിൽ പോയി പെട്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, ചേച്ചി പറഞ്ഞതുപോലെ കേട്ടിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു എന്ന് പറയാണ്. അച്ഛനോ അമ്മയോ ഇതറിഞ്ഞാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല എന്ന് പറയാണ് അലീനയോട്. അപ്പോൾ ബബിതയുടെ കരച്ചിൽ കേട്ടിട്ട് അലീനയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അലീന പറയുകയാണ്, എന്തായാലും നീ സമാധാനമായിട്ടിരിക്കുക, ചേച്ചി ഇതിനൊരു പരിഹാരം കണ്ടെത്താം എന്ന് പറയാണ്. എന്നിട്ട് അലീന ഒരുപാട് ആലോചിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ബബിതയോട് ചോദിക്കുകയാണ്, അമലിനോടൊപ്പം ഒരു ജീവിതം ജീവിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, ഇല്ല ചേച്ചി, ഒരിക്കലും ഇല്ല. അവൻ എന്നെ ചതിച്ചിട്ട് പോയവരാണ്. അവൻ്റെ കൂടെ ഒരു ജീവിതം എനിക്കിനി ആഗ്രഹമില്ല. പക്ഷേ ഈ കുഞ്ഞ് അതിന് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്ന് പറയാണ്. അലീന പറയുന്നുണ്ട്, ശരി അങ്ങനെയാണെങ്കിൽ അമലിൻ്റെ കൂടെ നിനക്ക് ജീവിക്കാൻ താല്പര്യമില്ല. ഒരു അച്ഛനില്ലാത്ത കുഞ്ഞിനെ വളർത്താൻ നിനക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒരിക്കലും ഇപ്പോഴേ ഒരു കുഞ്ഞിൻ്റെ ഒന്നും അമ്മയാവാനൊന്നും എനിക്ക് പറ്റില്ല ചേച്ചി എന്ന് പറയാണ്. അങ്ങനെയാണെങ്കിൽ തുടക്കമല്ലേ ഉള്ളൂ, നമുക്കിത് ആരും അറിയാതെ കൈകാര്യം ചെയ്യാം എന്ന് അലീന അവൾക്ക് ഉറപ്പ് കൊടുക്കുകയാണ് കേട്ടോ. പക്ഷേ ഈ കാര്യത്തിന് കുറച്ച് ചിലവുകളുണ്ട്. അത് മാത്രമല്ല ഒറ്റയ്ക്ക് പോകാനും അലീനയ്ക്ക് അത്ര പരിചയമൊന്നും ഉള്ളതല്ല. അതുകൊണ്ട് അലീന ഈ കാര്യങ്ങളെല്ലാം മനുശങ്കറിനെ അറിയിക്കുകയാണ്. മനുശങ്കർ ഇതൊക്കെ കേട്ട് ഞെട്ടിപ്പോവാണ് കേട്ടോ. വിവരം അറിഞ്ഞ ഉടനെ പാഞ്ഞെത്തുകയാണ് ബർശങ്കർ. മാലച്ചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താടാ, എന്താ നിന്റെ മുഖത്തൊരു പരിഭ്രമമൊക്കെ എന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, ഞാൻ കുറേ നേരം ഡ്രൈവ് ചെയ്ത് വന്നതല്ലേ, അതിൻ്റെ ഒരു ക്ഷീണമായിരിക്കും എന്ന് പറയാണ്. അതിനുശേഷം മനുശങ്കർ മുകളിലേക്ക് കയറി പോവാണ് കേട്ടോ. അലീനയോടും ബബിതയോടും വിശദമായിട്ട് സംസാരിക്കുകയാണ്. ബബിതയാണെങ്കിൽ ആരുടെയും മുഖത്ത് നോക്കാനാവാതെ തല കുനിച്ചിരിക്കുകയാണ്. അലീന പറയുന്നുണ്ട്, ഈ കുഞ്ഞിനെ അവളുടെ വയറ്റിൽ നിന്ന് മാറ്റിയാലേ പറ്റുള്ളൂ. നമുക്ക് ചെയ്യുന്നത് പാപമാണെങ്കിലും ഒരാളുടെ ജീവിതമല്ലേ വലുത് മനുവേട്ടാന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവർ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. പക്ഷേ ഇതിനിടയിൽ പുതിയൊരു ടെസ്റ്റ് വരികയാണ്. അമലിൻ്റെ കൂട്ടുകാർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കോടിക്കണക്കിന് സ്വത്തിൻ്റെ ഉടമയാണ് ബബിത. അവളെ നീ വലിച്ചെറിഞ്ഞത് വളരെ മോശമായിപ്പോയി, മണ്ടത്തരമായി പോയത് അത്. നിനക്ക് അല്ലാതെ വേറെ പെണ്ണ് കെട്ടി ജീവിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നല്ലൊരു വീടോ ജോലിയോ കുടുംബമഹിമയോ ഒന്നും നിനക്കില്ല. നിനക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത അത്ര ഉയരത്തിൽ നിന്നാണ് ബബിത വന്നിരിക്കുന്നത്. അവളെ നീ സ്വീകരിച്ച് കല്യാണം കഴിക്കുന്നതല്ലേ നല്ലത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിനക്ക് ആ സ്വത്തുക്കളെല്ലാം ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ അമൽ ആ ഒരു തന്ത്രം മെനയുകയാണ് കേട്ടോ. ബബിതയെ വിളിച്ചിട്ട് പറയണം, നിന്നെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണെന്നുള്ള കാര്യം. അപ്പോൾ ബബിത പറയുന്നുണ്ട്, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്നെ വലിച്ചെറിഞ്ഞ് മറ്റൊരാളുടെ കൂടെ പോയ നിന്നെ കൂടെ എനിക്കിനി ജീവിക്കാൻ കഴിയില്ല. ഈ കുഞ്ഞിൻ്റെ അച്ഛൻ നീ അല്ല എന്ന് പറഞ്ഞ് അവൾ കട്ട് ചെയ്യാണ് കേട്ടോ ഫോണ്. അങ്ങനെയാണെങ്കിൽ അവൾക്ക് ഒരു പാഠം പഠിപ്പിച്ചിട്ട് കൊടുത്തിട്ട് തന്നെ കാര്യമെന്ന് പറഞ്ഞ് അവൾ നേരെ വീട്ടിലേക്ക് വരികയാണ്. ആ സമയത്ത് അലീനയും ബബിതയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ബാലചന്ദ്രൻ ഭാഗ്യത്തിന് ആ വീട്ടിലുണ്ടായിരുന്നില്ല. ആ സമയത്ത് അമൽ ബബിതയെ ഭീഷണിപ്പെടുത്തുകയാണ്, ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണെന്നൊക്കെ എനിക്കറിയാം. നീ മര്യാദയ്ക്ക് എന്നെ വിവാഹം ചെയ്യുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഈ വീട്ടിനും കുടുംബ മഹിമയും പാരമ്പര്യവും എല്ലാം തകർത്തുകൊണ്ട് ഈ വിവരം ഞാൻ എല്ലാവരെയും അറിയിക്കും. നാട്ടുകാരുടെ മുന്നിൽ നീ നാണം കെടും, നിൻ്റെ അച്ഛനും അമ്മയും നാണം കെടും എന്ന് പറയാണ്. അപ്പോഴാണ് അലീന അങ്ങോട്ടേക്ക് വരുന്നത്. നിർത്തട എന്ന് പറഞ്ഞുകൊണ്ട് അലീന അങ്ങോട്ടേക്ക് വരികയാണ്. അലീനയെ കണ്ടിട്ട് അമലൊന്ന് പകച്ചു നിൽക്കുകയാണ് കേട്ടോ. അവിടെ വെച്ചാണ് അടുത്ത എപ്പിസോഡ് അവസാനിക്കാൻ വേണ്ടി പോകുന്നത്. എന്തായാലും മഴ തോറും മുമ്പയുടെ ഏറ്റവും പുതിയ വിശേഷങ്ങൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതൊരിക്കൽ ടേക്ക് കെയർ, ബൈ.